നിശ്ചലരായിപ്പോയ എംപിമാർ, വിറകൊണ്ട ലോക്സഭാ ചുവരുകൾ, ജനവിരുദ്ധ ബിൽ സഭയുടെ നടുക്കളത്തിൽ വെച്ച് കീറിയെറിഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ ആ താണ്ഡവം വെറുമൊരു പ്രതിഷേധമായിരുന്നോ? അതോ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ ഒരു അഗ്നിപരീക്ഷണമായിരുന്നോ? രാജ്യത്തെ ഞെട്ടിച്ച ആ 9 മിനിറ്റുകൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് വിളിച്ചോതിയ വിപ്ലവകരമായിട്ടുള്ള നിമിഷങ്ങൾ. ഈ നീക്കം വെറും ഒരു രാഷ്ട്രീയ നാടകമെന്ന് പറയാൻ പറ്റൂല. ദില്ലിയിലെ അധികാര കാടത്തങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിത്തറ ഇളക്കിയിട്ടുള്ള ഒരു അഗ്നിപരീക്ഷണമാണ്. ലോക്സഭയുടെ ചരിത്രത്തിൽ, ഇന്നുവരെയുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രക്ഷുബ്ധ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയുടെ നടുക്കളത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് നിന്ന് ജനവിരുദ്ധമെന്ന് രാഹുൽ ഗാന്ധി ഉറച്ചു വിശ്വസിച്ച ആ നിർണായക ബില്ലിൻ്റെ പകർപ്പ് കയ്യിലെടുത്തിട്ട് ആയിരക്കണക്കിന് കണ്ണുകളെ, മുന്നിലുണ്ടായിരുന്ന ഒപ്പിയെടുത്തുകൊണ്ടിരുന്ന തത്സമയ ക്യാമറകളെ ഒക്കെ സാക്ഷിയാക്കി അത് കീറിയെറിഞ്ഞപ്പോൾ അവിടെ വീണുടഞ്ഞത് കേവലം കുറച്ച് കടലാസുകളാണെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ജനങ്ങളുടെ അവകാശങ്ങളെ, ആ അവകാശങ്ങളെ അടിച്ചമർത്താൻ നോക്കിയിട്ടുള്ള ഭരണകൂടത്തിൻ്റെ അഹങ്കാരമായിരുന്നു അങ്ങനെ കീറിയെറിയപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ കടലാസ് കീറുന്ന ശബ്ദം സഭയിലെ മൈക്രോഫോണുകളിലൂടെ മുഴങ്ങിക്കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണപക്ഷ എംപിമാർ മൊത്തം നിശ്ചലരായി നിൽക്കുന്ന കാഴ്ച തുടക്കത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു പ്രഹരമാണ് കിട്ടിയത്. ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. ഭരണപക്ഷം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. ലോക്സഭയുടെ ചുവരുകൾ വിറകൊണ്ട നിമിഷങ്ങളായിരുന്നു അത്. ഭരണപക്ഷ അംഗങ്ങൾ പിന്നെ പെട്ടെന്ന് തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ആക്രോശിക്കുക. സഭയെ രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്നും സഭാ നടപടികൾ ലംഘിച്ചുവെന്നും ഒക്കെ ആരോപിച്ചുകൊണ്ട് അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് വരെ അവർ ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്ന ആ ഒരു ശബ്ദമുഖരിതമായ ഒരു രംഗമാണ് പിന്നീട് അവിടെ കാണുന്നത്. എന്നാൽ മറുഭാഗത്ത് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നീക്കത്തെ നെഞ്ചേറ്റുന്ന കാഴ്ച. കരഘോഷങ്ങളോടെയും ആവേശത്തോടെയും അവർ തങ്ങളുടെ നേതാവിൻ്റെ ധീരമായിട്ടുള്ള നിലപാടിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച. സഭയിൽ ഉയർന്നത് വെറും ഒരു ബഹളമല്ലത്, മറിച്ച് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും മൂർച്ചയേറിയ രാഷ്ട്രീയ യുദ്ധമാണ്. മണിക്കൂറുകളോളം സഭ നിർത്തിവെക്കേണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്കിലും അന്തരീക്ഷത്തിൽ പുകഞ്ഞു നിന്ന രാഹുൽ ഗാന്ധി പുകച്ചുവിട്ട പ്രതിഷേധത്തിൻ്റെ ചൂട് അല്പം പോലും കുറഞ്ഞില്ല എന്ന് നമുക്ക് കാണാം. എന്തായിരുന്നു ആ ബില്ല്? FCRA ഭേദഗതി ബില്ല്. അതായത് വിദേശത്ത് നിന്ന് ഇവിടെ NGOകൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾ തുടങ്ങിയവയ്ക്ക് പണം ലഭിക്കാറുണ്ട്. അതായത് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നിലനിന്ന് പോകുന്നത് അത്തരത്തിൽ വരുന്ന ഫണ്ടാണ്. അല്ലാതെ ഇവിടെ നിന്ന് പണം പിരിച്ചെടുക്കാൻ ഇവിടെയുള്ളൊരു പണമില്ല, സർക്കാർ കാശ് കൊടുക്കുകയില്ല. പക്ഷേ അതൊക്കെ നിലനിന്ന് പോകണമല്ലോ, അതിന് അത്തരത്തിലുള്ള ഫണ്ടാണ് വരുന്നത്. ആ ഫണ്ട് നിയന്ത്രിക്കുക. ഇനി അഥവാ വരുന്നുണ്ടെങ്കിൽ അത് സർക്കാർ തന്നെ കൈകാര്യം ചെയ്യുക. അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു ഭേദഗതിയിലെ ചില വിവാദ വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ ക്രിസ്ത്യൻ സഭകളെയും അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള മതസ്ഥാപനങ്ങളെയും ഒക്കെ വിവേചനപരമായിട്ട് ലക്ഷ്യം വെക്കുന്നതാണ് എന്നും ഇത് രാജ്യത്തിൻ്റെ മതസ്വാതന്ത്ര്യത്തെയും സിവിൽ സൊസൈറ്റി പ്രവർത്തനങ്ങളെയും ഒക്കെ ഗുരുതരമായി ബാധിക്കുമെന്നും ഒക്കെ പ്രതിപക്ഷവും അതുപോലെ വിവിധ സംഘടനകളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ലോക്സഭയിൽ ഇത്രയും ചൂടേറിയ ഒരു പ്രകടനത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. ലോക്സഭയിൽ ഈ ബിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത് തികച്ചും ജനവിരുദ്ധമാണ്, മതപരമായി വിവേചനമുണ്ടാകുന്നതാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വിവേചനപരമായിട്ടുള്ള ഒന്നും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് വിലയിരുത്തി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിൻ്റെ പകർപ്പ് കീറിയെറിഞ്ഞത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് കേന്ദ്ര പാർലമെന്റ് കാര്യ മന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിയുമായിട്ട് പിന്നീട് ചർച്ച നടത്തി ബില്ലിലെ വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കിയതായിട്ട് പിന്നീട് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് പാസ്സായി പോകുന്നതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ബില്ലിനെ കുറിച്ച് പറഞ്ഞു. അതായത് വ്യാപാരം, ഈ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സാധാരണക്കാർ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പോയി സാധനം വാങ്ങുക എന്തെങ്കിലും ചെയ്താൽ 2000 രൂപയിൽ മേലുണ്ടെങ്കിൽ, 2000 അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 2 മുതൽ 4 ആ ഒരു പെർസെൻറ്റേജ് വെറുതെ ഫീസ് കൊടുക്കണം അത്രേ. അതായത് 2000 രൂപേൻ്റെ സാധനം വാങ്ങിയാൽ 2008 രൂപ കൊടുക്കണം. ഇതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ആദ്യം നമുക്ക് പണം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവച്ചു, പിന്നെ ആ പണം നിരോധിച്ചു, പിന്നെ എല്ലാവരും ഡിജിറ്റലാക്കി, അവസാനം ഡിജിറ്റലിന് നിയന്ത്രണങ്ങൾ വെച്ചു. ഇപ്പോൾ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫീസും വേണമെന്ന് പറയുന്നത്. അതായത് മുഴുവൻ കൊള്ള നടത്തുന്നു. അതിന് പുറമെയാണ് മറ്റെവിടെന്നെങ്കിലും എന്തെങ്കിലും ഇവിടെ ചാരിറ്റിയോ മറ്റോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാതാക്കുക. അതായത് ജനങ്ങളെ വഞ്ചിക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ചങ്ങലയിടുന്നതുമായിട്ടുള്ള ഏതൊരു നിയമ നിർമ്മാണവും ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്ന ഉറച്ച സന്ദേശമാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രവൃത്തിയിലൂടെ അവിടെ കാണിച്ചു കൊടുത്തത്. ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള രേഖയാണ്. ഇത് ചവറ്റുകുട്ടകൾ എറിയപ്പെടേണ്ടതാണ് എന്നാണ് വാക്കുകളിലൂടെ അല്ലത്,
പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഇന്ത്യയിലെ 145 കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. പലരുടെയും ഓർമ്മകൾ 10 വർഷം പിന്നിലേക്ക് പായുകയാണിപ്പോൾ. ഓർഡിനൻസുകൾക്കൊക്കെ രാഹുൽ ഗാന്ധി അന്നും സമാനമായ രീതിയിൽ കടുത്ത നിലപാടെടുത്തിരുന്നാണെന്ന് ഓർക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പാർലമെന്റിൽ പ്രാവർത്തികമാക്കി കാണിച്ചിരിക്കുകയാണ്. ഭയമില്ലാതെ, മടിയില്ലാതെ, ഒരടി പോലും പിന്നോട്ട് വയ്ക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിൻ്റെ പ്രതിരൂപമാണ് സഭയിൽ അവിടെ ജനങ്ങൾ കണ്ടത്. ലോകം ആ ക്യാമറ കണ്ണുകളിലൂടെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളും കണ്ടത്. അധികാരത്തിൻ്റെ ഗർഭിന് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു പോരാളിയുടെ ഒരു മുഖം. സഭയ്ക്കുള്ളിലെ ഒരു അഗ്നിജ്വാല. നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിലും ഇത് ആളിപ്പടരുന്നതാണ് കാണുന്നത്. ദൃശ്യങ്ങൾ വൈറലായതോടെ രാജ്യം മുഴുവൻ ഈ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിച്ചു. ധീരനായ നേതാവിന് ബിഗ് സല്യൂട്ട് എന്നും മനുഷ്യത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പതാകയാണ് അവിടെ ഉയർന്നത് എന്നുമൊക്കെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി. ചിലർ ഇതിനെ വെറും നാടകമെന്ന് പരിഹസിച്ചപ്പോഴും ഭൂരിപക്ഷം വരുന്ന മനുഷ്യരും തിരിച്ചറിഞ്ഞത് ഇതാണ്: ഭയമില്ലാതെ ഒരു പ്രതിപക്ഷം ഈ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം. സത്യം ഒരിക്കലും പരാജയപ്പെടുന്ന ഒരു രീതി ഇല്ല എവിടെയും. അന്തിമമായി ജയിക്കുന്നത് ആ സത്യം തന്നെ ആയിരിക്കും. പാർലമെന്റ് എന്നത് വെറും ഒരു കെട്ടിടമല്ല. അത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഇഷ്ടാനുസരണം നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു കൊട്ടത്തളവുമല്ല. അവിടെ ജനങ്ങളുടെ ശബ്ദം ഉയരണം, സാധാരണക്കാരൻ്റെ ചോദ്യങ്ങൾ മുഴങ്ങണം. ഒരു നിയമം ജനവിരുദ്ധമാകുമ്പോൾ അതിനെതിരെ എതിർപ്പിൻ്റെ ശബ്ദം ഉയർത്തുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. രാഹുൽ ഗാന്ധി അവിടെ നിർവഹിച്ചത് ആ ചരിത്രപരമായിട്ടുള്ള കടമ മാത്രമാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന നിയമങ്ങൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല എന്ന സന്ദേശം വളരെ വളരെ വ്യക്തമായി തന്നെ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകിയ ഒരു നിമിഷം, ഒരു അപൂർവ ഒരു നിമിഷം. ഇന്ത്യൻ ജനാധിപത്യം അത്ര എളുപ്പം ചവിട്ടിമതിക്കപ്പെടില്ല എന്ന് ഈ സംഭവം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭയിലെ താണ്ഡവങ്ങളും മറ്റ് ചില പുകമറകളും ഒന്നും ഇനി ഒടുങ്ങിയിട്ടൊന്നുമില്ല. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വരും ദിവസങ്ങളിലും സഭയ്ക്കുള്ളിൽ തുടരും, പുറത്തും തുടരും. എങ്കിലും പാർലമെന്റിന്റെ ചരിത്ര രേഖകളിൽ ഈ നിമിഷം എന്നെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് തിളങ്ങി നിൽക്കും. ജനങ്ങൾക്കായി ഒരു നേതാവ് സഭയുടെ നടുക്കളത്തിൽ വെച്ച് ബില്ല് കീറിയെറിഞ്ഞ ആ നിമിഷം, ഞെട്ടിത്തെറിച്ച ആ എംപിമാരുടെ മുഖങ്ങൾ, സഭയിൽ മുഴങ്ങിയ ശബ്ദങ്ങൾ എല്ലാം ജനാധിപത്യ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. ജനങ്ങളുടെ നാളെക്കുറിച്ചുള്ള, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്ന നിമിഷം, അതിന്റെ തുടക്കം. സഭ വീണ്ടും കുലുങ്ങുന്ന ഒരു സാഹചര്യം വരുമോ? ജനവിരുദ്ധമായിട്ടുള്ള പുതിയ ബില്ലുകൾ വീണ്ടും കീറിയെറിയപ്പെടുമോ എന്ന് രാജ്യം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കി തുടങ്ങി. കാരണം ഇത് വെറും ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് രാജ്യത്തെ ഓരോ പൗരൻ്റെയും അതിജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ ജനാധിപത്യ യുദ്ധത്തിലെ അടുത്ത അധ്യായം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഭാരതത്തിലെ 140 കോടി ജനങ്ങളും കാത്തിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.